ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. എക്സസ് മോളിൻ്റെയാണ്. 32 ചെസ്റ്റ് അളവ് വരുന്നതാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഇവിടെ മെറ്റീരിയലുകൾ മടക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പേപ്പറിൽ എങ്ങനെ ഇത് മടക്കിയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് മടക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പേപ്പറിൽ എങ്ങനെ മടക്കുമെന്ന് കാണിച്ചു തരാം. നമുക്കൊരു നൈറ്റി ബിറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതുപോലെ മടക്കിയിട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും മടക്കിയിട്ട് വരുന്നത്. അതിന് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അത് നമുക്ക് നല്ല മോശം വശമായിട്ട് മടക്കണം. ഇതിപ്പോൾ മോശം വശമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡിസൈനുള്ള പോലത്തെ ഒരു മോഡലാണുള്ളത്. വലിയ പിക്ചറൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു ഡിസൈൻ മോഡലാണ്. കാണുന്നുണ്ടോ? ഡിസൈൻ മോഡലാണ് ഉള്ളിലുള്ളത്. അത് നമ്മളത് ചെയ്യുക. ഇതൊരു നൈറ്റി തുണിയാണെങ്കിൽ നമ്മൾ അതിന് ഇങ്ങനെ ആദ്യം നിർത്തി ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ മടക്കിയിട്ട് ഇതുപോലെ നടുമടക്കി എടുക്കുക. എന്നിട്ട് ഈ ഭാഗമാണ് നമുക്ക് ഷോൾഡറും നെക്കും എല്ലാം അടയാളപ്പെടുത്തേണ്ടത്. ഈ വശം താഴ്വശം. പിന്നെയെന്ന് വെച്ചാൽ ഈ തേര് വശം നല്ല ഒരേ സമത്തിലായിരിക്കണം നിൽക്കേണ്ടത്. ഇങ്ങനെയൊന്നും ആയിപ്പോകാൻ പാടില്ല. തുണി മടക്കുമ്പോൾ രണ്ടും ഒരേ ലെവലിൽ, ഇവിടെ നല്ല ലെവലിൽ തന്നെ നമുക്ക് എല്ലാ വശം 4 ഭാഗവും കിട്ടണം. 4 ഭാഗം എന്ന് വെച്ചാൽ നാലായിട്ട് വരുമല്ലോ. അതുപോലെ കിട്ടിയിരിക്കണം. ഈ തേരുവശം ഇതുപോലെ നമുക്ക് ഒരേ ലെവലിൽ തന്നെ നമ്മൾ മടക്കി വെച്ചിരിക്കണം. നമുക്ക് മാറ്റമൊന്നും പാടില്ല. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും എങ്ങനെ അടയാളപ്പെടുത്താൻ നോക്കാം. ഞാൻ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിന് ക്യാൻവാസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തായാലും 2.5 ഇഞ്ച് കിട്ടും. ഇതുപോലെ നെക്ക് വിഡ്ത്ത് ഇവിടുന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് ഷോൾഡർ 5 ഇഞ്ചാണ് വേണ്ടത്. ഷോൾഡർ നമ്മൾ ഈ അറ്റത്ത് തന്നെ നമുക്ക് എടുത്ത് അടയാളപ്പെടുത്തണം. ഷോൾഡർ 5.5 ഇഞ്ച്. അവിടുന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. 5.5 ഇഞ്ച് നമുക്കിവിടുന്ന് ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറിപ്പോലും. കണ്ടോ, ഇത് കറക്റ്റ് കിട്ടിയില്ലേ? നമുക്ക് 5.5 ഇഞ്ച് കുറച്ച് ഇങ്ങനെയെല്ലാം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവലിൽ കിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് നോക്കിയിട്ട് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എനിക്കിത് ഫുൾ ലെങ്ത്ത് വേണ്ടത് 42 ഇഞ്ചാണ് ഈ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടത്. പക്ഷേ 42 ഇഞ്ച് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് കിട്ടുന്നത്, ഞാൻ എടുക്കുന്നത് നീളം ഞാൻ ആദ്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞുതരാം. ആദ്യം ഞാൻ നീളം എടുക്കുന്നത് 37 ഇഞ്ചാണ്. ബാക്കി 5 ഇഞ്ച് വീതം ഞാൻ ഫ്രില്ലിനെടുക്കും. അതുകൊണ്ട് ടോട്ടൽ ഫ്രില്ലും കൂടി അടക്കം വരുമ്പോൾ എനിക്ക് 42 ഇഞ്ച് കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, 37 ഇഞ്ച് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഫുൾ ലെങ്ത്ത് 37 ഇഞ്ച് അടയാളപ്പെടുത്തി. നമ്മളിവിടെ ആം ഹോൾ ലെങ്ത്ത് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 32 ആണല്ലോ, അതിൻ്റെ 4/1 ഭാഗം 32 നമുക്ക് ടാപ്പിൽ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്ത് 32 കിട്ടിയതിന് ശേഷം ഇവിടെ എത്രയുള്ളത്? ഇവിടെ 16 പിന്നെയും മടക്കുക. നമുക്ക് മടക്കിയാൽ എത്ര കിട്ടും? 8 ഇഞ്ച് കിട്ടും. ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ടാപ്പ് മടക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടുന്ന് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് 2 ഇഞ്ച് തയ്യൽ തുമ്പും. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഒരു എക്സസ് മോളിൻ്റെയാണ്. 32 ചെസ്റ്റ് അളവ് വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഞാൻ ആദ്യം തുണിയെല്ലാം മടക്കി വെച്ചു. പിന്നെ ഞാൻ അടയാളപ്പെടുത്തി പോയതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കേണ്ടത് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് നിങ്ങളവിടെ അടയാളപ്പെടുത്തിയ പോലെ കാണുന്നത്. ഞാനിതെങ്ങനെയാണ് തുണി മടക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു നൈറ്റി ബിറ്റല്ലേ ഉണ്ടാവുക, 2.90 കിട്ടുക. അന്നേരം നമ്മളിതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ നിവർത്തിയതിന് ശേഷം നിവർത്തിയെടുത്തതിന് ശേഷം മോശം വശത്തേക്ക് ഇതുപോലെ നിർത്തി വെക്കുക. എന്നിട്ട് ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഉണ്ടാവുക.
ഇതുപോലെ നൈറ്റി തുണിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മൊത്തം നിവർത്തിയതിന് ശേഷം നൈറ്റി തുണി മൊത്തം നിവർത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ നടുപോലെ ഇതുപോലെ മടക്കിയതിന് ശേഷം അതിനെ ഇങ്ങനെ നടു പിന്നെയും മടക്കുക. നീളത്തിൽ മടക്കിയതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് നടു മടക്കിയതിന് ശേഷം ഈ ഭാഗം വരുന്ന വശം നമുക്ക് എന്താക്കണം, ഷോൾഡറും സ്ലീവ് നെക്കും എല്ലാം അടയാളപ്പെടുത്തുന്ന ഭാഗമായിരിക്കണം ഈ വശം. ഇത് കണ്ടോ, ഈ വശം അങ്ങനെ വരുന്നത്. ഈ വശം തേര് വശമായിരിക്കും. ഈ തേര് വശം എന്ന് വെച്ചാൽ ഈ എല്ലാ തേര് വശം ഒരേ സമത്തിലായിരിക്കണം വെക്കേണ്ടത്. ഒരു ഭാഗം ഇങ്ങനെയും മറ്റേ ഭാഗം കുറച്ച് ഇതായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നാലും ഒരേ ലെവലിൽ നമുക്ക് മടക്കിയിട്ട് വെക്കണം. അതുപോലെ ഞാൻ മടക്കി വെച്ചാണ് ഇത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവ് നെക്ക് വിടുത്ത് ഫസ്റ്റ് അടയാളപ്പെടുത്തി. നെക്ക് വിടുത്ത് 2 ഇഞ്ചും ഷോൾഡർ 5.5 ഇഞ്ചുമാണ് കൊടുത്തത്. നെക്ക് വിടുത്ത് 2 ഇഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ 2.5 ഇഞ്ച് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഇതൊരു 32 മോക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് 2.5 ഇഞ്ച് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 3 ഇഞ്ചാവും. അന്നേരം കഴുത്ത് നമുക്ക് താണു പോകും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക് വിടുത്ത് 2 ഇഞ്ച് കൊടുത്തതും ഷോൾഡർ 5.5യും ആം ഹോൾ ലെങ്ത്തും 5.5 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കാം, കാരണം 5.5 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കുറഞ്ഞ് പോവുകയെല്ലാം ചെയ്യും. ഒന്നെങ്കിൽ ഇങ്ങോട്ടായി പോകും. അന്നേരം നമുക്കിവിടെ ലൈൻ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകും. ഈ വളഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5.5 ഉണ്ട് നോക്കുന്നത്. പിന്നെ ചെസ്റ്റ് അളവ് 8 ഇഞ്ചാണ് കൊടുത്തത്. ചെസ്റ്റ് അളവ് 8 ഇഞ്ച് കൊടുത്ത് 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. 2 ഇഞ്ച് തയ്യൽ തുമ്പും. നമുക്ക് ഇതിന് ഈ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടത് ഫുൾ ലെങ്ത്ത് വേണ്ടത് 42 ഇഞ്ചാണ്. പക്ഷേ എനിക്ക് ഫ്രില്ലിലും കൂടി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ 37 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് കൊടുത്തത്. ബാക്കി 5 ഇഞ്ച് ഞാൻ എന്ത് കൊടുക്കും, ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് 37 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് ഞാൻ കൊടുത്തത്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് കൊടുക്കാം. ഷേപ്പ് ലെങ്ത്ത് ഒരു 12 ഇഞ്ച് കൊടുക്കുക. ഞാൻ 12 ഇഞ്ച് കൊടുക്കുക. ഞാൻ മോളെ ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 12 ഇഞ്ച് കൊടുത്ത് അതിൻ്റെ വിഡ്ത്ത് ഒരു 7.5 ഇഞ്ചും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, 2 ഇഞ്ച് തയ്യൽ തുമ്പും. 7.5 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. മോളെ കറക്റ്റ് തന്നെയാണ്. ഷേപ്പ് ലെങ്ത്ത് 12 തന്നെ. ഞാൻ വേറൊരു ഇതിൽ എഴുതി വെച്ചു ഞാൻ 12. പിന്നെ നമ്മൾ വിഡ്ത്ത് 7.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത്താണ് വേണ്ടത്. ഹിപ്പ് ലെങ്ത്ത് 17 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്കൊരു 17.5 കൊടുക്കാം. അതിൽ നിന്ന് അതിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ച്. 9 ഇഞ്ചും ഇവിടെ ഞാൻ 1 ഇഞ്ചായി തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. 1 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെല്ലാം യോജിപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഹാം ഹോളിൻ്റെ ലെങ്ത്തെല്ലാം ലൈൻ വരയ്ക്കാം. പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാൻ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് 4.5 ആയിക്കോളും. 1/2 ഇഞ്ച് ഷോൾഡറിന് പോകുമല്ലോ. 5 ഇഞ്ചും കൊടുത്തു. ബാക്ക് ലെങ്ത്ത് ഞാൻ ഫ്രണ്ട് ബാക്കിൻ്റെത് ലെങ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചും. സാധാ റൗണ്ട് നെക്ക് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് താഴോട്ടേക്ക് നേരെ ഒരു ലൈന് വരച്ചു കൊടുക്കാം.
അത് തിരിച്ച് വെച്ചുകൊണ്ട് ഇത് ലെവലിൽ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വശം എടുത്ത്, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ വശത്ത് വെച്ചാണ് കട്ട് ചെയ്യൽ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുമ്പേ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റ് ആണോ നോക്കട്ടെ. നൈറ്റിയിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനിത് കറക്റ്റിൽ അടിക്കുന്നുണ്ടാണ്. 14 ഇഞ്ചാണ്. നമ്മൾ റെഡിമെയ്ഡുള്ള സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഏകദേശം നമുക്ക് ലൂസിലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ട് ഇതൊന്നും അധികം നോക്കൽ കുറവാണ്. ഇനി നമുക്ക് താഴോട്ടേക്ക് ലൈൻ മോഡലാണ് ഞാൻ കട്ട് ചെയ്തത്. കണ്ടോ, ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്കൊരിത് ഇങ്ങനെ ചെറുങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഫ്രില്ല് വെക്കേണ്ട സമയത്ത് തൂങ്ങി നിൽക്കുന്ന പോലെ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റാം. വേഗം കട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കത്രിയൊക്കെ ഇല്ലേ, ഇവിടെ ഒരു പിടുത്തം പോലെ എങ്ങനെ നിലത്ത് വീണോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വീണില്ല, മക്കളെ കയ്യിൽ നിന്ന് അങ്ങനെ വീണിനോ എന്നറിയില്ല. അതുകൊണ്ട് സ്പീഡിലില്ലേ കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്നില്ല. ഇതിനാണ് സ്ലീവ് കൊടുക്കുന്നില്ല, അതിന് അതിലൊരു ഫ്രില്ല് പോലെയാണ് സ്ലീവിന് കൊടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ടൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഈലിനെടുക്കുക. 2 പീസ് മാറ്റാം. ഒരു പീസ് മാറ്റിക്കളെ, 2 ഭാഗം, 2എണ്ണമാണല്ലോ വേണ്ടു. ഒരു 3 ഇഞ്ച് വീതിയിൽ നമുക്ക് എടുക്കുക. ഇത് കുറച്ച് നീളത്തോളം നിന്നോട്ട് നല്ലോണം കെട്ടി വെക്കാൻ പറ്റുമല്ലോ, ഷേപ്പാക്കിയിട്ട്. നമുക്കിപ്പോൾ സ്ലീവ് വേണമെങ്കിൽ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. സ്ലീവിന് പക്ഷേ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഈ ഭാഗം എടുക്കാത്തത്. നമുക്ക് അന്നേരം ഈ ഭാഗം കിട്ടൂല. അന്നേരം നമ്മൾ ഫ്രോക്ക് നൈറ്റിക്ക് അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ ആദ്യം മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയ എക്സൽ സൈസെല്ലാം ആകുമ്പോൾ അങ്ങനെ കിട്ടൂലല്ലോ. ഇത് സ്മോൾ ആയതുകൊണ്ടാണ് കിട്ടിയത്. പിന്നെ ആ സ്ലീവും വെക്കുന്നില്ലല്ലോ. നമുക്കിതുപോലെ 3 ഇഞ്ച് വീതിയിൽ ഒരു ടൈക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്പീഡിൽ കട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മാറ്റണമല്ലോ, അത് നമുക്ക് ഈ ഭാഗം എടുക്കാം. പിന്നെ കൈക്ക് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഈ വശത്ത് തന്നെ എടുക്കാം നമുക്ക്. അതും ഞാനൊരു 2.5 ഇഞ്ചിലെടുക്കാം. അല്ല 3 ഇഞ്ച്. 3 ഇഞ്ചാകുമ്പോൾ കുറച്ച് വീതി കൂടുതലായിരിക്കും. നോക്കട്ടെ, 3 ഇഞ്ചാകുമ്പോൾ ഇത്രയല്ലേ ഉണ്ടാവുക. അതായത് ഒരുപാട് വീതി, നമുക്ക് 2 ഇഞ്ച് മതി. 2 ഇഞ്ചിൽ ഫ്രില്ല് കൊടുക്കുക. ഓക്കെ, അതിനും കൂടി കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് താഴേക്ക് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പീസ് ബാക്കി വന്ന് അതിന് നമുക്ക് ഇനി അടയാളപ്പെടുത്താം. 5 ഇഞ്ച് വീതിയിലാണ് വേണ്ടത്. നമുക്ക് ഒരു 6 ഇഞ്ച് എടുക്കാം. കാരണം 1/2 ഇഞ്ച് പിന്നെ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യും, താഴെ പിന്നെ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യും. അന്നേരം ചെറിയ ഫ്രില്ലായിപ്പോൾ അതുകൊണ്ട് 6 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 6 ഇഞ്ച് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക. ഇങ്ങനെ കൊടുക്കുക, എന്നാലും തീരെ വളഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് മൊത്തം ഇങ്ങനെ 6 ഇഞ്ചിന് കൊടുക്കുന്നത്. നമുക്കങ്ങനെ ഇതുപോലെ വേറെ 2 പീസ് വേണമല്ലോ. 2 എന്ന് വെച്ചാൽ ഇതൊരു ഭാഗത്ത് ഒരു ഭാഗത്തേക്കുള്ള ഒരു ഫ്രില്ലിന് ഇതുപോലെ 2 എണ്ണം വരും. അതേപോലെ രണ്ടാമത്തെ ബാക്ക് വശത്തേക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 എണ്ണം വേണം. ടോട്ടൽ ഇത് 4 പീസ് വേണം.
ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടി. നമ്മളിപ്പോൾ എക്സൽ അല്ലെങ്കിൽ മീഡിയം ലാർജ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പോലും ബാക്കി പീസ് ഉണ്ടാവില്ല. ഇവിടുന്ന് നമ്മൾ 2.5 ഇഞ്ച് വീതിക്ക് വേണം ടൈക്ക് വേണ്ടിയിട്ട് എടുക്കാൻ. ബാക്കിയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇത് ചെറിയ സ്മോൾ ആയതുകൊണ്ട് ഇത്രയും ബാക്കി വന്നത്. നിങ്ങൾക്ക് എൻ്റെ കട്ടിങ് വീഡിയോയിൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മനസ്സിലായിട്ടില്ല, ഏത് ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറഞ്ഞുതരണം. അടുത്ത വീഡിയോയിൽ ഞാൻ അതിലും ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഇനി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.